റിസർച്ച് മെത്തഡോളജീൻ്റെ നെക്സ്റ്റ് സെഷൻ ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ കുറച്ച് ടേംസുകൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിൽ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേംസ് എന്ന് പറഞ്ഞാൽ ടേംസിലുള്ള ഡീറ്റെയിൽസുകൾ. അപ്പോൾ ആ ടേംസും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് പ്ലാജറിസം ആണ്. പ്ലാജറിസത്തിനെ കുറിച്ചിട്ടുള്ള നല്ല വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി റിസർച്ച് തിസിസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്ലാജറിസം എന്താണ് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എടുത്ത ഡോക്യുമെൻറ്റിൽ ഉണ്ടോ, നമ്മളെ ഡോക്യുമെൻറ്റിൽ പ്ലാജറിസം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ റെഫറൻസിന് വേണ്ടി എടുക്കുന്നൊരു ബുക്കിൽ പ്ലാജറിസം ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം പ്ലാജറിസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ കോപ്പി അടിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ നമ്മളതാണ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പം ഇതേ വർക്ക് വേറൊരാളുടെ പുസ്തകത്തിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊരു പുസ്തകം എഴുതണം നമ്മളെ തീസിസായിട്ട്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പുസ്തകം, ആൻഷ്യൻ്റ് ഇന്ത്യേൻ്റെ ഒരു പുസ്തകം എടുത്തു. ആ പുസ്തകത്തിൽ അവർ എന്തോ കോപ്പി അടിച്ച് എഴുതിയിട്ടുണ്ട്. അത് പ്ലാജേർഡ് ഡോക്യുമെൻ്റ് ആണോ അല്ല ഒറിജിനലി അയാളുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണോ എന്ന് അറിയാണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഡാറ്റ എടുത്താൽ നമ്മളും അവർ ചെയ്ത അതേ പ്ലാജറിസം ചെയ്യുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ചിന്തിക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഫോർജറിയാണ്. ഫോർജറി എന്ന് പറഞ്ഞാൽ കള്ളപ്രമാണം ഉണ്ടാക്കുക അല്ലെങ്കിൽ കള്ള ഒപ്പിടുക. ഫോർജറി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് കള്ളയൊപ്പ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആയിട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ റിസർച്ചിൽ വരുമ്പോൾ അത് കള്ളപ്രമാണം അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ, അതിനെയാണ് ഫോർജറി എന്ന് പറയുന്നത്. അപ്പം വേറൊരാളുടെ കയ്യൊപ്പ് പതിഞ്ഞ അല്ലെങ്കിൽ മെയിൻ സാധനം നമ്മൾ അവരുടെ സമ്മതമില്ലാണ്ട് നമ്മൾ തന്നെ അവരറിയാണ്ടല്ലോ നമ്മൾ തന്നെ എഴുതൂലേ, അതിനെയാണ് ഫോർജറി പറയുക. അപ്പോൾ വേറൊരാളുടെ തീസിസിലെ ഏതെങ്കിലും ഒരു പേജ് അതുപോലെ കോപ്പി അടിച്ച് നമ്മളെ തീസിസിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ആ സംഭവത്തിനെയാണ് ഫോർജറി എന്ന് പറയുക. വേറൊരെണ്ണം ഗാർബിൾഡ് ഡോക്യുമെൻ്റ്. ഗാർബിൾഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക, അതിനാണ് ഗാർബിൾഡ് എന്ന് പറയുക. എന്നുവെച്ചാൽ ചരിത്രത്തിനെ വളച്ചൊടിച്ച് വസ്തുനിഷ്ഠതയുള്ളതിനെ മാറ്റിയിട്ട് അതിനെ വേറെ എന്തെങ്കിലും ആക്കിയിട്ട് അവതരിപ്പിക്കുക, അതിനെയാണ് ഗാർബിൾഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുക. അടുത്തത് ഗോസ്റ്റ് റൈറ്റിംഗ്. ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി എഴുതുന്നതിനെയാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുക. അതായത് ഒരാൾ വേറൊരാൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ട് എഴുതിയ ആളുടെ പേരിലല്ലാണ്ട് പബ്ലിഷ് ചെയ്ത ആളുടെ പേരിലോ അല്ലെങ്കിൽ ആരാണോ അത് പുറത്തിറക്കുന്നത് എന്നുള്ള രീതിയിൽ അയാളുടെ പേരിൽ ആ പുസ്തകങ്ങൾ ഫേമസ് ആവുന്നതന്നെയാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ പറയില്ലേ, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടമല്ല എന്നുള്ള സെൻസുള്ള ടീംസിനെ പോലത്തെ ആൾക്കാർ, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആൾക്കാർ, പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് മുഖ്യധാരയിൽ അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളവർ ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന സാധനം വേറൊരാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അച്ചടിച്ചിറക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യാം. അതല്ലെങ്കിൽ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരാൾ എഴുതിയ തീസിസോ ഡോക്യുമെൻറ്റ്സോ അയാളുടെ പേരിലല്ലാണ്ട് വേറൊരാളുടെ പേരിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നതിനെയാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്.